ശ്രീനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരുപാട് തമാശ കഥകളുണ്ട്. ശ്രീനി അപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നാട്ടിലത്തെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതാണ്. ഒരു വളരെ രസകരമായൊരു സന്ദർഭം. ശ്രീദേവിനെ പിന്നീട് എന്താ പറയുകയാണ്, കോഴിക്കോട് ഒരു ഹോട്ടലിൽ ശ്രീനി പടത്തിൻ്റെ എഴുത്തൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഒരാൾ വന്നൊരു കത്താൻ ലക്ഷണത്തിലൊക്കെ ഒരു ബോംബെക്കാരൻ്റെ എല്ലാ ആളുകളോടത്തോടും കൂടി വന്നു. അയാൾ പറഞ്ഞു, ഞാൻ ബോംബെ അണ്ടർവേൾഡിൽ നിന്ന് വരികയാണ്, ഒരു സിനിമ എൻ്റെ ചെറുക്കാൻ കഴിച്ചിട്ടുണ്ട്. സിനിമ ഇല്ലെങ്കിലും താൻ വിവരമാണ്. അപ്പോൾ ശ്രീലങ്ക് അപ്പോൾ എൻ്റെ പേര് നൂറെന്നാണ്, 100 മുഹമ്മദ്. ശ്രീലങ്ക് 100ആണെങ്കിൽ ഞാൻ 1000ആണ്. അതോടെ ഇയാളുടെ പട്ടി മണിയും പോയി. അത് ഇയാൾ പ്രതീക്ഷിച്ച് ഒരു പേടിയും ശ്രീനിക്കുണ്ടാവുന്നില്ല. അത് വളരെ നിസ്സാരമായ തമാശയിലെ ഈ അധോലോക ഭീകരം ഒന്ന് രക്ഷപ്പെട്ടു പോയ മതിയുണ്ട്. അങ്ങനെ ഒരുപാട് തമാശയുണ്ട്. ഒരിക്കൽ തിരുവനന്തപുരത്ത് ഒരു പ്രത്യേക സമുദായത്തിലെ സിനിമാ പ്രവർത്തകർ അവിടെ ചേർന്നിട്ട് വൈകുന്നേരം ഒരു മദ്യപാന സ്ഥലത്തിൽ അവർ ക്ലാസ്സൊക്കെ എടുത്ത് CS വന്നപ്പോൾ അവരവരുടെ അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്തുകാരായ ഇന്ന സമുദായക്കാർ ഒന്നിച്ച് കൂടുന്നു. അതിന് CS എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശ്രീനെ അവർ ശ്രദ്ധിച്ചില്ല. ശ്രീ പറഞ്ഞത്, ഞാനും ഇവിടെ ഉണ്ട്, ഞാനും അതല്ലെങ്കിലും ഞാൻ എൻ്റെ സമുദായം, പുള്ളി ആ സമുദായത്തിൻ്റെ പേര് പറഞ്ഞിട്ട് പുള്ളി ആ CS പങ്കെടുത്തതിന് തമാശയായിട്ട് കണ്ടു. അത് ശരിക്കും സാധാരണ പെട്ടെന്ന് ഒരാൾക്ക് അത് ഹേർട്ടാവും.